ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ്. ഓക്കെ, ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്റെ വ്യൂവേഴ്സ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ചില കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കുന്നില്ല, ന്യായം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില് കുട്ടികളുമായിട്ട് ഉള്ള വിഷയങ്ങള്, കുട്ടികളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങള്, പ്രതികൂല സാഹചര്യങ്ങള് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 2 ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, 2 ഓഫ് സോഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതിന് കാരണം നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണമാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ചില സിറ്റുവേഷനുകൾ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങളുടെ അമിതമായിട്ടുള്ള ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് ഭയം നേരിടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടതിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൽ തന്നെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അടുത്ത ആക്ഷൻ എന്താണ് ഞാൻ എടുക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടതിന് എന്നുള്ള ചിന്തയ്ക്ക് പകരം എനിക്കത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയിലും വിഷമത്തിലുമാണ് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കാതെ പോകുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും വരുന്നു. ഇമോഷണൽ ആയിട്ട് ബാലൻസ് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥകൾ വരുന്നതിന് കാരണം നിങ്ങളുടെ മൂണിന്റെ എനർജി ഡൗൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇവിടെ സോഡിന്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൂടുതലും നിങ്ങൾ വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ശരീരത്തിൽ ഒരുപാട് വെള്ളത്തിന്റെ അംശം ചെല്ലേണ്ടതായിട്ടുണ്ട്. ചിന്തകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും റിലീസ് ആകുന്നതായിരിക്കും. വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് മൂണിന്റെ എനർജി വരുന്നത്. അതുകൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ 2 പ്രാവശ്യമെങ്കിലും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മാനസിക സംഘർഷത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നും ഒരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ, നല്ല രീതിയിൽ വഴക്കിടുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ നിങ്ങളോടൊപ്പം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നതായി കാണുന്നു. ഈ ജോലി സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് അധികാരപ്പെട്ട വ്യക്തികൾ നിങ്ങളെ ഒരുപാട് നിങ്ങളെ പുകഴ്ത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ അഭിനന്ദിച്ചിരുന്നതായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ മോശം അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത്? ജസ്റ്റിസ് ആണ്. ഇവിടെ വിവാഹ മോചനത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രോപ്പർട്ടി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാദിക്കുന്നതായി കാണുന്നു. വിവാഹ മോചനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ മനസ്സ് തളർന്നു പോകാതെ നിങ്ങൾ അതിനുവേണ്ടി വാദിക്കുന്നതായി കാണുന്നു. മറ്റു ചില വ്യക്തികൾ താൻ ചെയ്യാത്ത തെറ്റുകൾ ആരോപിക്കുന്നു, മറ്റു ചില വ്യക്തികൾ ആരോപിക്കുന്നു. കൂട്ടം കൂടി ആക്രമിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രതികൂല സാഹചര്യമാണ് ചുറ്റുമുള്ളത്. ജോലി സ്ഥലത്താണെങ്കിലും ശരി, കുടുംബ ജീവിതത്തിലാണെങ്കിലും ചുറ്റുമുള്ള പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മനസ്സിനെ തളർത്തി കളയാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് ജോലി സ്ഥലത്തായാലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ധൈര്യം കൂടുതലായിട്ടാണ് കാണുന്നത് ഈ നിമിഷം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോലും ഒരു വ്യക്തികൾ പോലും ഇല്ലാത്ത അവസ്ഥ ചില വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായി കാണുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ചു ചെല്ലുവാനുള്ള സമയം അടുത്തിരിക്കുന്നതായിട്ടാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശരിയാക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 6 ഓഫ് പെന്റിക്കിളിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് മാനസിക ദുഃഖത്തിലായിരിക്കുന്നതായി കാണുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഒരു മൂവ് ഓൺ ഇവിടെ കാണുന്നുണ്ട്. 6 ഓഫ് സോഡിന്റെ എനർജിയാണ്.
ഓക്കെ, റിലേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നീതിയും ന്യായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കുന്ന അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം നിങ്ങൾക്ക് ചില സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ പെയിൻഫുൾ ആയിട്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നല്ലോ, എന്റെ ജോലി ഇങ്ങനെ ആയി തീർന്നല്ലോ എന്ന് നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അവസാനമല്ല, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഗ്രോത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു വേദന വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു റൂട്ടിൽ എത്തുന്നത് വരെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പൊട്ടിച്ച് നിങ്ങൾ മൂവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈ പെയിൻ സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ റൂട്ടിൽ നിന്നും നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടിൽ നിന്നും നമുക്കൊരു ചേഞ്ച് വരേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇപ്പം നേരെ വളർന്ന് സൂര്യപ്രകാശം ലഭിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിക്ക് സൂര്യപ്രകാശം കിട്ടാതെ ആകുന്ന സമയത്ത് അതിന്റെ കംഫർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിന് വളർച്ച ഉണ്ടാകത്തില്ല. ആ ഒരു സമയത്ത് അതിന് വളഞ്ഞേ മതിയാകുകയുള്ളൂ. ആ വളവാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്പം വേദനിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു റൂട്ടിലൂടെ അത് സമൃദ്ധമായി നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടി തന്നെയാണ് പ്രപഞ്ചം നിങ്ങളെ അല്പം ഒന്ന് വളച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അത് നല്ലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകുമെന്ന് നിശ്ചയം. പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, എന്റെ വ്യൂസിനോട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വിജയിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഒരു ഗ്രോത്ത് ആണ്, ഒരു ഷൈനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിവേഗം ബഹുദൂരം കടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കുതിച്ചുയരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ടു ഓഫ് വാണ്ടിൻ്റെ എനർജി. നിങ്ങൾക്ക് സ്റ്റക്കായിരുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ സ്റ്റക്കായി ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുവാൻ സാധിക്കാതെ രണ്ട് വിഷയങ്ങളിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലുള്ള പല കാര്യങ്ങളെയും റിലീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, നിങ്ങളുടെ പാഷനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വിദേശ യാത്രയൊക്കെ വളരെ ഹൈലി പോസിബിൾ ആയിട്ട് നിൽക്കുന്നു. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 9 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ശക്തമാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കടന്നുവരക്കം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കടന്ന് വരവുണ്ടാകുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ഗ്രോത്ത് വളരെ സ്പീഡിന് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഒരു വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു വിവാഹത്തിനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അവർക്കൊരു വിവാഹത്തിനുള്ള ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. സാമ്പത്തിക ഗ്രോത്ത് ഇവിടെ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം കടന്നു വരാൻ പോകുന്നു. ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ടൈം ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അന്ധകാരത്തിലായിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൂര്യൻ്റെ ഉദയം വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ജോലി സംബന്ധമായ ഒരു ഉയർച്ച നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നു. വിജയമാണ് വരുന്നത്. ഒരുപാട് പേര് നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, ഒരു കഴിവുമില്ലാത്ത വ്യക്തികളാണ് നിങ്ങളുടെ ജീവിക്കാൻ അറിയത്തില്ല, നിങ്ങൾ സാമ്പത്തികമായി ഒരു ഉയർച്ചയും ഇല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞ് പല ഇടങ്ങളിലും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം, പ്രപഞ്ചശക്തി നിങ്ങളുടെ മുന്നിലേക്ക് ദൂതനെ അയക്കുകയാണ്. വിജയത്തിൻ്റെ കൊടി എടുത്ത് ഉയർത്തുവാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഒരു എവേക്കനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങൾ ഇപ്പോൾ ക്രോസ് റോഡിലായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങോട്ട് തിരിയണം, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എൻ്റെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ നിങ്ങളിങ്ങനെ സ്റ്റക്കായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഒരു ഡിപ്രഷനിലേക്ക് ആക്കി, സാമ്പത്തികമായി നഷ്ടപ്പെട്ട്, റിലേഷനും നഷ്ടപ്പെട്ട് ഒക്കെ നിങ്ങൾ ഇതുപോലെ തളർന്നിരിക്കുന്നു. ആരോടും ഒന്നും തുറന്ന് പറയുവാൻ പോലും സാധിക്കാതെ ജീവനും മരണത്തിനും ഇടയിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു വലിയ മാറ്റമാണ് വരുന്നത്. നിങ്ങൾക്കൊരു മൂവാണ് വരുന്നത്. നിങ്ങൾ മൂവ് ചെയ്യാൻ പോകുന്നു.
സാമ്പത്തികമായി പ്രതികൂല സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വലിയ മാറ്റമാണ് വരുന്നത്. നിങ്ങൾ ഇത് വിശ്വസിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബൻഡൻസ് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില വ്യക്തികൾ പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചാണ് ഇത് കാണുന്നത്, എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്ന വ്യക്തികളോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ദിവസം എത്ര വീഡിയോസ് കാണുന്നുണ്ട്? ഓക്കെ, ഒരു ദിവസം നിങ്ങൾ എത്ര വീഡിയോസ് കാണുന്നുണ്ട്? വിശ്വസിച്ച് കാണുന്ന ഒരു വ്യക്തിക്ക് ഒരൊറ്റ വീഡിയോ മതി. എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരൊറ്റ വിശ്വാസം മതി. 10 പ്രാവശ്യം എനിക്കത് നടക്കുമോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ചില വ്യക്തികളുണ്ട് ഒരുപാട് പ്രാവശ്യം, ആഴ്ചയിൽ 3-4 പ്രാവശ്യം വന്ന് റീഡിംഗ് എടുക്കും. ഓക്കെ, അങ്ങനെ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് ഇങ്ങനെ ഇത് കേൾക്കുക എന്നുള്ളത് മാത്രമാണുള്ളത്. അവർക്ക് ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് വിശ്വാസത്തിലാണ്. ഓക്കെ, ആ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഒരു വീഡിയോ മതി, എൻ്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ റൂമിലോട്ട് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വിച്ച് ഇട്ടതിന് ശേഷം ഫാൻ കറങ്ങുമോ എന്ന് ആലോചിച്ച്, നിങ്ങൾ ഈ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുമോ എന്ന് ആലോചിച്ച് നിൽക്കാറില്ല. നിങ്ങൾക്ക് അത്രയും വിശ്വാസമാണ്, ആ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും, ആ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വരും. പിന്നെ രണ്ടാമത് ഞാൻ സ്വിച്ച് ഇട്ടിട്ടുണ്ടോ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് കറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല, കാരണം അത് നിങ്ങളുടെ ബിലീവാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കും, അടുത്ത ആൾ എന്താണ് പറയുന്നത് എന്ന് നോക്കും, അടുത്ത ആൾ എന്താണ് പറയുന്നത് നോക്കും. അങ്ങനെ നമ്മൾ കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണ്, അടുപ്പിച്ച് 2-3 പേര് നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരും എന്ന് പറയുന്ന സമയത്ത് അത് അഫർമേഷനാണ്. അഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ കിട്ടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ഒരു വ്യക്തി നിങ്ങളടുത്ത് വന്നിട്ട് പറയണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 50 പേര് പറഞ്ഞ അഫർമേഷനും കിടക്കുന്നു. ആ നെഗറ്റീവ് മാത്രമായിരിക്കും തലയിലിരിക്കുന്നത്. എങ്കിലും അപ്പോഴങ്ങോട്ട് പോകുന്ന സമയത്ത് കാലൊന്ന് കല്ലിൽ തട്ടിയാൽ മതി, ആ നെഗറ്റീവ് പറഞ്ഞ ആൾ പറഞ്ഞതാണ് കറക്റ്റ്. ഓക്കെ, അതാണ്ട് എൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിന് നമ്മുടെ ബോധ മനസ്സിലേക്ക് നമുക്ക് നെഗറ്റീവിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഓർത്തിരിക്കാൻ സാധിക്കുന്നത് നമ്മൾ വേദനിച്ച നിമിഷങ്ങളാണ്. സന്തോഷിച്ച നിമിഷങ്ങളെക്കാളും നമ്മൾ കൂടുതൽ ഓർക്കുന്നത് വേദനിക്കപ്പെട്ട നിമിഷങ്ങളെയാണ്, അല്ലേ? അപ്പോൾ ആ നെഗറ്റീവിനാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധ മനസ്സിലൊക്കെ ഒരുപാട് സ്ഥാനം കൊടുക്കുന്നത് നെഗറ്റീവിനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾക്കാണ്. അപ്പോൾ ഒന്നിലധികം നമ്മളിങ്ങനെ കറങ്ങി നടക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതായിട്ടുള്ള റീഡിങ്ങിലേക്ക് കടന്നു പോകാതിരിക്കുക. ഇപ്പോൾ എൻ്റെ റീഡിംഗ് ആണെങ്കിൽ ശരി തന്നെ, നിങ്ങൾക്കിതിൽ നെഗറ്റീവാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് കടന്നു വരാതിരിക്കുക. കാരണം നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ, ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള റീഡിംഗ് ഏതാണോ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് വീഡിയോ ആണോ ആ വീഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ഒന്നിലധികം കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരൊറ്റ നെഗറ്റീവ് മതി നിങ്ങളുടെ ലൈഫിനെ തകർത്ത് കളയുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്തതായിട്ടുള്ള എല്ലാ അഫർമേഷനും നഷ്ടപ്പെട്ടു പോകുവാൻ. ആ ഒറ്റ കാര്യം മതി, വിശ്വാസമുള്ളവർക്ക് ഒരു വാക്ക് മതി. ഓക്കെ, ഒരു വലിയ അവയർനെസ് ആണ് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ സ്പിരിച്വലി മുന്നേറുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള വേദപുസ്തകം വായിക്കുക. അതിനു വേണ്ടി അല്പസമയം നിങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കുള്ള മെസ്സേജാണ് പ്രപഞ്ചം ഈ തന്നിരിക്കുന്നത്. കാരണം നമ്മൾ കുട്ടികളുള്ളവർക്കറിയാം, അച്ഛനമ്മമാർക്കറിയാം, നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് എങ്കിൽ പോലും നമ്മൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റിൽ നിന്നും അവർ ആ ഒരു ചെറിയ തുക്കട പൊട്ടിച്ച് നമുക്ക് കൊണ്ടുവന്ന് എന്നമ്മേ അല്ലെങ്കിൽ ഇന്ന് അച്ഛ എന്ന് പറഞ്ഞ് നമ്മുടെ വായിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ആ മനസ്സിലുണ്ടാകുന്ന നമ്മൾ ഒരു 10,000 ചോക്ലേറ്റ് ഒരുമിച്ച് കഴിച്ചതിൻ്റെ ഒരു സ്നേഹവും സംതൃപ്തിയുമാണ് നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, 1000 ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ കുഞ്ഞിൽ നിന്നും നമുക്ക് തിരിച്ച് നമുക്ക് വേണ്ടി അതിലൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് തന്നെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് നമുക്ക് വേണ്ടി എല്ലാം യൂണിവേഴ്സ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഓക്സിജൻ, നമുക്ക് വേണ്ട പ്രകാശം, നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് ഒരു എഞ്ചിനീയർ നമ്മുടെ ശരീരത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരീരത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്ന കാര്യങ്ങൾക്ക് അത് കറക്റ്റ് ദഹിച്ചു പോകാനുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിന് ഒരല്പം നേരം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ദൈവത്തോട് നിങ്ങൾ തിരിച്ചൊന്ന് പറയുക. വിശ്വാസം ഏതായിക്കോട്ടെ, ദൈവം ഒന്നേ ഉള്ളൂ. അത് വിശ്വാസം പല രീതിയിൽ നമുക്ക് വിശ്വസിക്കാം.
ഓക്കെ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയിലാണോ ആ ശക്തിനെ ഒന്ന് മനസ്സിൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു, നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ഐ ലവ് യു എന്ന് മാത്രം ആ ഒരു ശക്തിയോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ ഒരു വാക്ക് കേൾക്കുവാൻ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകങ്ങൾ വായിക്കുക. മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത് ഡബിൾ എനർജി. അന്ധകാര ശക്തി നിങ്ങളിൽ നിന്നും പുറന്തള്ളി പോകണമെങ്കിൽ, നിങ്ങളിലുള്ള ഓവർ തിങ്കിങ്, നിങ്ങളുടെ ഡാർക്ക് എനർജി, നിങ്ങളുടെ അഡിക്ഷനുകൾ നിങ്ങളിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയേ മതിയാകുകയുള്ളൂ. നിങ്ങളിലൊരു ഗ്രോത്ത് വേണമെങ്കിൽ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകണമെങ്കിൽ, സാമ്പത്തികം നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ, നിങ്ങളിലുള്ളതായിട്ടുള്ള ആ ഒരു അഡിക്ഷൻ, ആ ഒരു നെഗറ്റീവ് എനർജി, നിങ്ങളുടേതായിട്ടുള്ള തോട്ട്, അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്കുകളെല്ലാം മാറിപ്പോകണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ, നിങ്ങൾക്ക് ആ സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ഇച്ചിരി സമയമെങ്കിലും പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട്, പ്രപഞ്ചശക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നമ്മളോട് പറയുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്, എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തിക്ക് നമ്മളോട് പറയാനുള്ളത്. നമ്മളിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മളുടെ ഓവർ തിങ്കിങ്, ഓക്കെ, ആ ഓവർ തിങ്കിങ് എല്ലാം റിലീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഇൻറ്റ്യൂഷൻ പവർ കിട്ടിയേ മതിയാകുകയുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ കിട്ടണമെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ, അഡിക്ഷനുകൾ, നമ്മളിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള അന്ധകാര ശക്തികളെ പൂർണ്ണമായും നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സുമായിട്ട് നല്ല രീതിയിൽ ഒരു കണക്ഷൻ നമുക്ക് ആവശ്യമാണ് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് യൂണിവേഴ്സിനോട്, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ, ആൾക്കാർ ഭ്രാന്തരെന്ന് വിളിച്ചോട്ടെ, എന്നാലും സാരമില്ല, നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി സ്വരൂപം ഇരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനോട് കുറച്ച് നേരം, ഒരു സുഹൃത്തിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയെ ക്ലാരിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, പ്രപഞ്ചശക്തി നമ്മളോട് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളതിനെ ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിന്ന്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരുന്നാൽ ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഫേസ് ചെയ്തതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്, അതിനെ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും, ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും തെറ്റോ വേദനയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഞാൻ പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്യുന്നു. ഞാൻ ആ വ്യക്തിയോടുള്ള എൻ്റെ എല്ലാ ദേഷ്യങ്ങളും, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിട്ടുകളയുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിനെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട്, പ്രപഞ്ചത്തിനായി ഞാൻ ഏൽപ്പിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിനെ ഞാൻ പൂർണ്ണമായും ഫ്രീ ആക്കുന്നു എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുക. അത് നിങ്ങളോടും പറയുക. ഞാൻ ഫ്രീ ആക്കുകയാണ്, എൻ്റെ മനസ്സിനെ റിലീസ് ചെയ്യുകയാണ്. ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും. കാരണം നമ്മളിൽ ചില കാര്യങ്ങൾ കൊഴിയേണ്ടതായിട്ടുണ്ട്. നമ്മളാകുന്ന വൃക്ഷമാകുന്നു. നമ്മളിൽ ചില കാര്യങ്ങൾ കൊഴിഞ്ഞെങ്കിൽ മാത്രമേ ചില മാനസിക ദുഃഖങ്ങളിൽ നിന്നും, ചില മാനസിക നെഗറ്റിവിറ്റീസ് കൊഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ പുതിയത് തളിർക്കാൻ സ്പേസ് കിട്ടുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾക്കൊരു ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ലെറ്റ് ഇൻ ഗോ ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക, ഓപ്പൺ അപ്പോൺ പറയുക, സോറി, ഐ ഫോർഗീവ് മീ, ഐ ലവ് യു എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ദ്രോഹം ചെയ്തവരാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ ദ്രോഹം ചെയ്തവരാണെങ്കിലും ശരി തന്നെ, എല്ലാത്തിനെയും വിട്ടുകളയുക.
അവർക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാകും. സത്യമായിട്ടുള്ള കാര്യമാണ്, ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഈ സമയം പാഴായി പോകത്തില്ല. നിങ്ങൾ അവരോടൊന്ന് ക്ഷമിച്ച് നോക്കുക. നിങ്ങൾ നേരിട്ട് പോയി അവരുടെ അടുത്ത് സോറി ഒന്നും പറയണ്ട. നിങ്ങൾ അവരുടെ ഫോട്ടോയിലോ മനസ്സിലോ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ നല്ല പുഞ്ചിരിയോടുകൂടി നിങ്ങളൊന്ന് വിട്ടുകളയുക. നിങ്ങളിലേക്ക് വരുന്ന നന്മകൾ നിങ്ങൾക്കൊന്ന് കാണാം. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. അത് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും പഴയ കാര്യത്തിൽ നെഗറ്റീവ് ചോദിച്ച് വരികയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വേണ്ട, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാനതെല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് ഇനി അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കുകയോ കേൾക്കുകയോ വേണ്ട എന്ന് പറഞ്ഞ് അതവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾ ജോലി സ്ഥലത്തോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഇടയിലോ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുകയും കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ പ്രശ്നത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് 8 നമ്പർ, ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 8 നമ്പർ വരികയാണെങ്കിൽ, 8 നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ 2 ഡിജിറ്റുള്ള നമ്പറാണെന്ന് വെച്ചോ, ജസ്റ്റ് ഞാൻ പറയാം, ഡേറ്റ് ഓഫ് ബർത്ത് 17 ആണെന്ന് വെച്ചോ, അപ്പോൾ 1 + 7 8, ഓക്കെ. അതുപോലെ നമുക്ക് 2 ഡിജിറ്റ് വരികയാണെങ്കിൽ അതിന് ടോട്ടൽ ചെയ്യുമ്പോൾ 8 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും മറ്റൊരാളിൻ്റെ മോശം വാക്കുകൾ കേൾക്കുകയോ അവർക്ക് മോശം വാക്കുകൾ പറയുന്ന വ്യക്തികളെടുത്ത് പോയിരുന്ന് തലയാട്ടുകയോ ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പറയുന്നവർക്ക് 5% കിട്ടുന്നത്, നിങ്ങൾക്ക് 50% പണിഷ്മെൻ്റാണ് പ്രപഞ്ചം തരുന്നത്. കാരണം നിങ്ങളുടെ ശനിയാണ് ദേവൻ, നീതിമാനാണ്. നിങ്ങൾക്കൊരിക്കൽ പോലും അങ്ങനെ മറ്റുള്ളവരെ പറ്റിയുള്ള നടന്നതോ നടക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി പെട്ടെന്ന് തന്നെ നല്ല പണി വരും, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം അതിലൂടെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു നഷ്ടം വരും, നിങ്ങൾക്ക് അതിലൂടെ പൈസ ഇങ്ങനെ പോകും. അപ്പം അങ്ങനെയുള്ള എനർജി കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ വേണ്ട, എൻ്റെ അക്കൗണ്ടിലെ പൈസ കളയാൻ വയ്യ, എനിക്കിനി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടാൻ വയ്യ, എനിക്കിതൊന്നും കേട്ടത് കൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പണമൊന്നും വരാൻ പോകുന്നില്ല, എനിക്കതുകൊണ്ട് വലിയ നേട്ടങ്ങളും ഇല്ല നഷ്ടങ്ങളല്ലാണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കുകയും വേണ്ട, എനിക്ക് പറയുകയും വേണ്ട. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു വലിയ മാറ്റം നിങ്ങൾക്ക് വരും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് കളയുക. ഓക്കെ, സുഹൃത്തുക്കൾ ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല, സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ പ്രപഞ്ചത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ടാലൻറ്റ് എന്താണ് എന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കൂടുതൽ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിലുകൾ ഒരുക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിലൂടെ തരുന്നുണ്ട്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റീക്കി ഹീലിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇപ്പം മെൻ്റൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എത്ര വിചാരിച്ചിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾക്ക് മെൻ്റൽ ഹീലിംഗ് നൽകിക്കൊണ്ട് തന്നെ റീക്കി ഹീലിങ്ങിലൂടെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കും, മാനസികമായ സ്ട്രെങ്ത് ലഭിക്കുകയും നിങ്ങളുടെ എന്തും യൂണിവേഴ്സിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം റീക്കി ഹീലിംഗ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു റിലീഫ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.